ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ആയിരക്കണക്കിന് വർഷങ്ങളായി സംഘർഷഭരിതമായ ഇസ്രായേൽ പാലസ്തീൻ പ്രദേശം അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിന് കാലാന്തരത്തിൽ ലഭിച്ച പേരുകളും അവയുടെ ഉത്ഭവങ്ങളും, ഈ ഇസ്രായേലും പാലസ്തീനും ഈ പേരുകൾ എങ്ങനെ വന്നു എന്നുള്ളതും അവിടെ ചരിത്രപരമായിട്ടുള്ള പരിണാമം എന്താണെന്നും നമുക്ക് നോക്കാം. ഈ പുരാതന കാലത്ത് ഇന്നത്തെ ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കാനാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം BC 2000 ഈജിപ്ഷ്യൻ രേഖകളിൽ കാനാൻ ഒരു പ്രദേശമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബൈബിൾ വിവരണങ്ങളൊക്കെ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കാനാനാണ് ഇസ്രായേലരുടെ വാഗ്ദത്ത ഭൂമി. പിന്നീട് ഏകദേശം BC 1200 ഇസ്രായേലിയർ ഈ പ്രദേശത്ത് സ്ഥിരതാമസമാക്കുകയും അവരുടെ ഗോത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. ഇസ്രായേലരുടെ ഏകീകൃത രാജ്യം രൂപം കൊണ്ടപ്പോൾ ഈ പ്രദേശം ഇസ്രായേൽ രാജ്യം എന്നറിയപ്പെട്ടു തുടങ്ങി. ഏതാണ്ട് BC 10-ാം നൂറ്റാണ്ടിൽ ദാവീദ് രാജാവിൻ്റെയും ശാലോമിൻ രാജാവിൻ്റെയും കീഴിൽ ഇസ്രായേൽ രാജ്യം അതിൻ്റെ സുവർണ കാലഘട്ടത്തിലെത്തി. എന്നാൽ പിന്നീട് ഈ രാജ്യം വടക്കൻ ഇസ്രായേൽ രാജ്യമായും തെക്കൻ ജൂഡിയ, അതായത് യഹൂദ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ജൂഡിയ രാജ്യമായും വിഭജിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലും ഇസ്രായേൽ എന്ന പേര് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ഇസ്രായേൽ എന്ന ജനതയുടെയും അവരുടെ രാജ്യത്തിൻ്റെയും പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നത് ചരിത്രപരമായ ശരിയാണ്. ഇസ്രായേലിയർക്ക് ശേഷം അസീറിയക്കാർ, ബാബിലോണിയക്കാർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ എന്നിങ്ങനെ പല ശക്തികളും ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട്. പിന്നെ CE 1-ാം നൂറ്റാണ്ടോടെയാണ് റോമൻ സാമ്രാജ്യം ഈ പ്രദേശം കീഴടക്കുന്നത്. ജൂതജനത റോമൻ ഭരണത്തിനെതിരെ നിരവധി തവണ കലാപങ്ങൾ നടത്തി. CE 132 മുതൽ 135 വരെ നടന്ന ബാർ കോഖ്ബ കലാപം റോമാക്കാർ അതിക്രൂരമായിട്ട് അടിച്ചമർത്തി. ഈ ജൂതജനതയുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ CE 135 റോമൻ ചക്രവർത്തി ഹാഡ്രിയൻ ഈ പ്രദേശത്ത്, അതായത് ഈ റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ ഈ പ്രദേശത്തിൻ്റെ പേര് സിറിയ, അതായത് പാലസ്തീൻ എന്നതിലേക്ക് മാറ്റിയത്. ഈ പാലസ്തീന എന്ന പേര് ഈ ഫിലിസ്തീനിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ ഫിലിസ്തീർ പുരാതന കാലത്ത് ഈ പ്രദേശത്തിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഒരു ജനവിഭാഗമുണ്ടായിരുന്നു. റോമാക്കാർ ജൂതന്മാരുമായി ബന്ധപ്പെട്ട പേരുകൾ ഒഴിവാക്കാനായിട്ടാണ് പാലസ്തീന എന്ന പേര് തിരഞ്ഞെടുത്തത്. കാലക്രമേണ സിറിയ പാലസ്തീന എന്നത് ചുരുങ്ങി പാലസ്തീൻ എന്ന് മാത്രമായി മാറി. അങ്ങനെ ഇസ്രായേൽ എന്ന പേരിന് ശേഷം രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ വന്നതാണ് പാലസ്തീൻ എന്ന പേര്. നൂറ്റാണ്ടുകളോളം തുർക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. ഈ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും ഈ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അതായത് 1920 ലീഗ് ഓഫ് നേഷൻസ് ബ്രിട്ടന് ഈ പ്രദേശത്തിൻ്റെ ഭരണ ചുമതല നൽകി. ഇത് ബ്രിട്ടീഷ് പാലസ്തീൻ മാൻഡേറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ ജൂതന്മാരും അറബികളും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാവുകയും ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള സയനിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ 1947 ഐക്യരാഷ്ട്രസഭ പാലസ്തീൻ മാൻഡേറ്റിനെ ജൂതരാഷ്ട്രവും അറബ് രാഷ്ട്രവുമായി വിഭജിക്കാൻ വോട്ട് ചെയ്തു. 1948 മെയ് 14 ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കാലാവധി അവസാനിച്ചപ്പോൾ ജൂത ഏജൻസിയുടെ നേതാക്കൾ ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഇത് ലോകരാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഈ പ്രഖ്യാപനത്തോടെ പാലസ്തീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭാഗം ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. ശേഷിക്കുന്ന അറബ് ഭാഗങ്ങൾ, അതായത് പടിഞ്ഞാറ് കരയും ഗാസയും പാലസ്തീൻ പ്രദേശങ്ങളായിട്ട് തുടർന്നു. ചുരുക്കത്തിൽ ഇസ്രായേൽ എന്ന പേര് പുരാതന കാലം മുതൽ നിലനിന്നിരുന്നതും ഒരു ജനതയുടെ സ്വത്തുമായി ബന്ധപ്പെട്ടതാണ്. പാലസ്തീൻ എന്ന പേര് പിന്നീട്, പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ വന്നതും കാലക്രമേണ ഈ പ്രദേശത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചതുമാണ്. 1948 ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നതോടെ ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു. തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
ബൈ.